യെസ്, വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് നമ്മൾ തുടരുകയാണ്. ഇപ്പോഴുള്ളത് ഈ പറയുന്ന ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള റോഡിലാണ്. നമ്മൾ വീണ്ടും തിരികെ വെളി ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാം. സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റാണ്. നമ്മൾ അവസാനം പറഞ്ഞ ഹെഡ്ലൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8ാം തവണ കിരീടം ഉയർത്താൻ കേരളവും 33ാമത് കിരീടം പൊക്കാൻ പശ്ചിമ ബംഗാളും പൊരിഞ്ഞ പോരാട്ടമായിരിക്കുമെന്ന് GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ. സന്തോഷ് ട്രോഫി ഇത്തവണ നമ്മുടെ സന്തോഷ ട്രോഫിയായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ട്രോഫി നമ്മുടെ കേരളത്തിലേക്ക് തന്നെ എത്തട്ടെ. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരേഡ് ഗ്രൗണ്ടിനെയും വെളി ഗ്രൗണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കണക്ടിംഗ് റോഡിലാണ് നമ്മളുള്ളത്. മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ മൂഡാണെന്ന് കാര്യം വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പപ്പാങ്ങിയെ കത്തിക്കുന്ന ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ കൂടുതൽ ഈ പറയുന്ന ഗാലഡി ഫോർട്ടിന്റെ ഒക്കെ ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. എന്താ ചുമ്മാ ചിരിക്കുന്നേ? കമന്റ് നോക്കിയിട്ട് ചിരിച്ചാ. നമ്മുടെ രവികുമാർ പി പറഞ്ഞു കുറച്ച് ലേറ്റായി, പുതുവർഷം വരികയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, താങ്ക് യു. ആ കമന്റ് അല്ല ചിരിച്ചത്, മറ്റു കമന്റ് ആണ്. ഇവിടെ മിനി ചേച്ചി ചോദിച്ചു മറന്നോന്ന് ചോദിച്ചു. മറന്നോന്ന് എങ്ങനെ പറയാൻ പറ്റും മിനി ചേച്ചി? മിനിങ്ങാന്ന് ചേച്ചി കൊല്ലത്തല്ലായിരുന്നു, ഇന്നലെ ഹാജരുണ്ടായിരുന്നു, അതും പറഞ്ഞു. ഇന്നും നമ്മളെ പേര് പറയുന്നു, ചേച്ചി കേൾക്കാൻ ഞാൻ അതെ നമ്മള് കാറിൽ വന്ന്. പേര് ടിൻഡു പോൾ. എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? കൊച്ചി തന്നെയാണ്. താമസം നെടുമ്പാശ്ശേരിയാണ്. ഞാൻ രാവിലെ തന്നെ പോകുന്നതാണ്. കാരണം എന്താണ് ഇവിടുത്തെ ഒരു പഞ്ചെന്നറിയാൻ വേണ്ടി കാലത്ത് തന്നെ ഇറങ്ങി. ഇന്നിപ്പോ ഈ കാണുന്ന ഒരു രംഗമല്ല വൈകുന്നേരം കാണുന്നത്. ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. ഇപ്പൊ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷെ ഒരു 4 മണിക്ക് ശേഷം ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഭയങ്കര തിരക്കായിരിക്കും അല്ലെ? മാത്രമല്ല നല്ല നിയന്ത്രണങ്ങളുണ്ട്. വാഹനങ്ങൾ, ആൾക്കാർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു എന്താ പറയാ 1 ലക്ഷം ആൾക്കാരൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് പ്ലാൻ? എന്താണ് ഇനി എങ്ങനെ ആഘോഷിക്കും? ഇന്ന് വൈകുന്നേരം വരെ നമ്മളിവിടെ ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ പ്ലാൻ. പുതിയ തീരുമാനങ്ങൾ എന്താണ്? പുതിയൊരു വർഷം വരെയാണ്. അപ്പം എന്താണ് അങ്ങനെ തീരുമാനമുണ്ടോ? തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം. അതെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വർഷമാവട്ടെ 2025 ആശംസിക്കുകയാണ്. എന്ത് ചെയ്യുന്നതാണ്? എനിക്ക് ബിസിനസ്സാണ്. ബിസിനസ് ഒക്കെ ഗംഭീരമാവട്ടെ. അപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയം വലിയ പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പൊ ഓരോ ദിവസവും നോക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മുടെ 24ന്റെയും ഫ്ലവേഴ്സിന്റെയും ഒരു കാലണ്ടർ സമ്മാനം. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ കാർ ഓടിച്ചു പോവുകയായിരുന്നു, അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച്. യെസ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ പറയുന്ന ഒരു ആകാംക്ഷയുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കും നടക്കുക എന്ന്. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ ആൾക്കാർ എത്തുന്നു. അതാണ് നമ്മൾ അത്തരത്തിലൊരാളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മൾ മെല്ലെ നടന്ന് വെളി ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? പോകാം. തിരുവനന്തപുരം RCCയിലെ ഒളി ക്യാമറ വിവാദത്തിൽ ജീവനക്കാരുടെ പരാതി ഗൗരവത്തിലെടുക്കാതെ ആശുപത്രി ഡയറക്ടർ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതിന് പകരം 3 മാസമായിട്ടും ഈ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അതെ, ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തിയ സഹപ്രവർത്തകന് സംരക്ഷണം നൽകുന്നതാണ് RCC ആശുപത്രി ഡയറക്ടറുടെ നടപടി. ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാൻ മടിച്ച മാനേജ്മെന്റ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിലാണ് രാജേഷ് KRനെ ലാബിൽ നിന്ന് ക്യാഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയത്. കടുത്ത നടപടിയെടുക്കേണ്ട വിഷയമായിട്ടും ഇത്തരമൊരു സമീപനം ഡയറക്ടർ സ്വീകരിച്ചതിൽ ജീവനക്കാർക്ക് അതൃപ്തിയുണ്ട്. രാജേഷിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പ്രധാന ആവശ്യം. മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൗൺസിലർ GS ശ്രീകുമാർ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാസങ്ങളോളം പരാതി പൂഴ്ത്തിവെച്ച ഡയറക്ടർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. RCCയിലെ 9 വനിതാ ജീവനക്കാരാണ് ഒളിക്യാമറ വിവാദത്തിൽ പരാതി നൽകിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് ജീവനക്കാരും പ്രതിപക്ഷ സംഘടനകളും വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. യെസ്. അപ്പോൾ അതാണ് നമുക്ക് ഒരു വാർത്ത കൂടി പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. പഞ്ചാബിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന കർഷക നേതാവ് ജഗജീത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നു എന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കൂടുതൽ സമയം നൽകണമെന്ന് പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിന് ഇന്നുവരെയാണ് സമയം നൽകിയിരുന്നത്. ദല്ലേവാളിന് ചികിത്സ ഒരുക്കാനുള്ള ശ്രമം കർഷകർ തടയുന്നുവെന്ന് പഞ്ചാബ് സർക്കാരിന്റെ ആരോപണവും വന്നിട്ടുണ്ട്. അതിനിടെ അതിർത്തിയിലെ കർഷക സമരങ്ങളിൽ പരിഹാരം കാണാനായി സുപ്രീം കോടതിയുടെ കമ്മിറ്റി സംയുക്ത കിസാൻ മോർച്ചയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് നവാബ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റി വെള്ളിയാഴ്ച സംയുക്ത കിസാൻ മോർച്ചയുമായി ചർച്ച ചെയ്യും.
യെസ്, ഇനിയിപ്പോ മറ്റൊരു ആഘോഷത്തിലേക്ക് വരാം. മൊത്തം ആഘോഷമാണ് ഈ ആഴ്ചയിൽ എന്ന് പറയാം. നമ്മൾ ഇന്ന് പുതുവർഷം ആഘോഷിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു എന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം തന്നെ റെഡിയായി തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ കഴിവ് പുറത്തെടുത്ത് മാറ്റുരയ്ക്കാനുള്ള എല്ലാ പ്രാക്ടീസുകളും നടത്തിക്കൊണ്ട് അവർ സജീവമാണ് അല്ലെ. അപ്പോൾ അങ്ങ് തെക്കേ അറ്റത്ത് നടക്കുന്ന കലോത്സവത്തിനായി വടക്കേ അറ്റത്ത് തകൃതിയായ ഒരുക്കങ്ങളും പ്രാക്ടീസും ഒക്കെ അങ്ങ് പൊടിപൊടിക്കുകയാണ് കാസർഗോഡ് അല്ലെ. അതെ, ജില്ലാ ചാമ്പ്യന്മാരായ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ കലോത്സവത്തെ സ്വർണ്ണക്കപ്പുമായി ഇന്ന് കാസർഗോഡ് നിന്ന് ആ ഒരു പ്രയാണം കൂടി പുറപ്പെടുന്നുണ്ട്. ജനുവരി 4 മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കാസർഗോഡ് ജില്ല വെച്ചുപുലർത്തുന്നത്. കൂടിയാട്ടവും ഒപ്പനയും കോൽക്കളിയും തിരുവാതിരയും ഒക്കെയായി പരിശീലനം ഇതാ ഇവിടെ അരങ്ങ് തകർക്കുകയാണ്. നമ്മൾ ഇത്തവണ 19 ഐറ്റം ഈ സ്കൂൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 19 ഐറ്റം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നാടൻപാട്ട്, തിരുവാതിര, നാടകം, പിന്നെ കോൽക്കളി, പിന്നെ ബാക്കി 8 ഇൻഡിവിജ്വലും 11 ഗ്രൂപ്പ് ഐറ്റംസാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ നല്ലൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. സ്കൂളിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ന്യൂസ് കിട്ടണം കാസർഗോഡ് ജില്ലക്ക് തന്നെയുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മൾ എല്ലാ കുട്ടികളും ഉഷിരോടെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് പോകുന്നുണ്ട്. തിരുവനന്തപുരം വെച്ച് കപ്പ് വാങ്ങും നമ്മൾ പ്രാവശ്യം. കാരണം കൂലിക്കളി ഏറ്റവും ബുദ്ധിമുട്ടുള്ള കളിയാണ്, കാണാൻ രസമുള്ള കളിയാണ്, പിന്നെ ഗർവത്താളത്തിൽ കളിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ ഏത് സമയത്തും എന്ത് സംഭവിക്കും എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ഹൃദയത്തിലൊരു തുടിപ്പുണ്ടാകും. അത് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും ആ കളി കാണുമ്പോൾ. തലമുറ നല്ല ഉത്സാഹം കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കല ഇങ്ങനെ വളരെ അധികം വളർന്നു വരിക. അപ്പം ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ യൂണിറ്റിയിൽ ആ സ്ട്രെങ്ത്ത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് കപ്പടിക്കുന്നതാണ്. ലീവ് ദിവസം നമ്മൾ വീട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ സ്കൂളിൽ തന്നെ ആയിരിക്കും. രാത്രി ഈവനിങ് വരെ ഉണ്ടാവും, ഫുൾ പ്രാക്ടീസ് തന്നെ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായിട്ട് ഏകദേശം 19 ഐറ്റം കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം 19 ഐറ്റം ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള ട്രോഫിയൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വർഷം പൊതുവെ കുറച്ച് ഐറ്റംസ് കുറവുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3-4 സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആകെ മത്സരത്തിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരുപക്ഷെ 1ാം സ്ഥാനത്ത് എത്തേണ്ടതാണ്. പക്ഷേ സംസ്കൃതോത്സവം മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്ത് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് തന്നെ എത്തുന്നതാണ് പ്രതീക്ഷ. 4 തവണ സംസ്ഥാനത്ത് ബെസ്റ്റ് സ്കൂൾ ട്രോഫി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലങ്ങളിലായി 4 തവണയാണ് കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പടിച്ചത്. ഇത്തവണയും കപ്പ് ഇവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. ദുർഗ സ്കൂളിൽ നിന്ന് വിജയ് ഷണങ്ങൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24. യെസ്, അപ്പോൾ അതാണ് കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാ ജില്ലകളിലും തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് മോർണിംഗ് വാക്കിന്റെ ഭാഗമാണ് തിരിച്ച് വീണ്ടും വെളി ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നീടൊരു കുഞ്ഞു പാപ്പയും വലിയ പാപ്പയൊക്കെ ഉണ്ട് അല്ലേ? കുഞ്ഞു പാപ്പയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ പ്രേക്ഷകരും ചോദിക്കുന്ന അല്ലെങ്കിൽ എവിടെ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. വെളി ഗ്രൗണ്ടിൽ എവിടെ പാപ്പാഞ്ഞി കാണണ്ടേ? ഇതാണ് ഇന്നത്തെ ആഘോഷത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുന്ന പാപ്പാഞ്ഞി. ഇതാണ് ഗാലറി ഫോർട്ടിന്റെ പാപ്പാഞ്ഞി. ഇവിടെയാണ് 10-80,000-ഓളം വരുന്ന ആളുകൾ തിങ്ങിക്കൂടാൻ പോകുന്ന വെളി ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിന്റെ ഒരറ്റത്തായിട്ടാണ് ഈ പപ്പാഞ്ഞിയെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് ആഘോഷത്തിന്റെ ഒരു കൃത്യമായ സ്പോട്ട് എന്ന് പറയാം. ഇവിടെയാണ് അതെ 12 മണിക്ക് അല്ലെ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഇവിടെയാണ് നടക്കുക. അപ്പോൾ വാസ്കോഡ ഗാമ
വെൻ ടു ദി ഡ്രാമ എന്ന പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? അല്ല എനിക്ക് തോന്നുന്നില്ല, കേൾക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പാടുന്നില്ല. നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് അല്ല, ഇതിനെ കുറിച്ച് പറയാം അല്ലേ? അപ്പോ ഇവിടെയാണ്, ഈ വെളി ഗ്രൗണ്ടിൽ ഇവിടെയാണ് ഇന്നത്തെ ആഘോഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഇവിടെയാണ് ഈ പറയുന്ന 19,000-ഓളം ആൾക്കാർ വരുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസ് നൽകുന്നുണ്ട്. ഒരു കാരണവശാലും അതിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് വരരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വരുന്നവർ തന്നെ എപ്പോഴും എനിക്ക് പറയാൻ തോന്നുകയാണ്, വളരെ ജാഗ്രത പാലിക്കുക. ഓരോരുത്തരും അവരവരുടെ സുരക്ഷിതത്വം, കൂടെ നിൽക്കുന്നവരുടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കുക. ആ ആഘോഷങ്ങളിൽ നമ്മൾ മറക്കാൻ പാടില്ല. ഇത് ഒരു കമന്റ് വന്നിട്ടുണ്ട്, നമ്മളുടെ ആഘോഷം എവിടെയാണ്? നമ്മുടെ ആഘോഷം ഇന്ന് മണീഡ് സ്റ്റുഡിയോയിലാണ്. SKN-നൊപ്പം മറ്റ് അവതാരകർക്കൊപ്പം നിരവധി ആർട്ടിസ്റ്റുകൾ 5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ ലൈവ് ഇവന്റ് ആയിരിക്കും. നമ്മുടെ പവിത്രൻ പാതിരപ്പറ്റ പറയുന്നുണ്ട്, ഈ പറയുന്നത് പോലെ ഈ വർഷത്തെ മോർണിംഗ് വാക്ക്, ഇനിയിപ്പോൾ അടുത്ത വർഷമാണ് മോർണിംഗ് വാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ആ കുഞ്ഞി പാപ്പാഞ്ഞെ കത്തിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനെ കത്തിക്കില്ല, അത് നമ്മുടെ സാന്റയാണല്ലോ, സാന്റയെ കത്തിക്കില്ല. ഷാൽ PK, സ്റ്റാമ്പർ, രവികുമാർ PB, പെരുമ്പാവൂർ രാമചന്ദ്രൻ, വാസ്കോഡഗാമയുടെ വീട്ടുപേരെന്താണെന്ന് ചോദിക്കുന്നു. ബീന ഗുഡ് മോർണിംഗ് പറയുന്നു. പ്രിയേഷ് KTP, എൻ്റെ മകൻ ആര്യൻ്റെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യും. അപ്പം ഹാപ്പി ബർത്ത്ഡേ ആര്യൻ. നമുക്ക് അടുത്തൊരു വാർത്തയിലൂടെ പെട്ടെന്ന് പോവാം. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ബാധ്യതയുടെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ആത്മഹത്യക്കുള്ള കാരണം അറിയില്ലെന്ന് കുടുംബം മൊഴി നൽകിയതായി വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റീന. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച മൊഴി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. വീട്ടുകാർ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം നൽകാൻ വീട്ടുകാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദമായ രീതിയിൽ തന്നെ മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല വിജയന്റെ അടുപ്പക്കാരുടെ മൊഴിയും പോലീസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്നൊരു ഡയറി കണ്ടെടുത്തിട്ടുണ്ട്. ആ ഡയറിയിൽ ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഡയറിക്കകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ബാധ്യതയുടെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് IC ബാലകൃഷ്ണൻ അടക്കം കോൺഗ്രസ് നേതാക്കൾ കോഴ നൽകി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണം. അതിൽ ഇടനിലക്കാരനായി നിന്നു, അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതുമായി ബന്ധപ്പെട്ട് അതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ തുടരന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നതും. നിലവിൽ ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ തനിക്കെതിരെ കാണിക്കുന്ന രേഖകൾ വ്യാജമായി ചമച്ചതാണ്, തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രേഖകളാണ്, അതിൽ വ്യാജ പ്രചരണമാണ് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ പോലീസിൽ SP-ക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് BJP-യും ഈ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. 11 മണിയോടുകൂടി IC ബാലകൃഷ്ണന്റെ ബത്തേരിയിലുള്ള MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. CPM-ഉം BJP-യും ഒരുപോലെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ ഇന്നലെ IC ബാലകൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് DCC നേതൃത്വം സ്വീകരിച്ചത്. T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം നടത്തിയാണ് ഇത്തരത്തിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി കുറെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഫെൻസിംഗിൽ ഇരിക്കരുത്, തുടരുതെന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യമാണ്. കാരണം നമുക്ക് ആഘോഷമൊക്കെ വരുമ്പോൾ ഒന്ന് ചാരി നിൽക്കാനും ഇരിക്കാനും ഒക്കെ തോന്നും. അതൊന്നും ചെയ്യാൻ പാടില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പോലീസ് ആൾക്കാരെ അടുപ്പിക്കുന്നു തോന്നുന്നില്ല. ഒരു കൃത്യമായ അകലത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇതിനെ കത്തിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ആ കത്തിക്കുന്നവരെ നമുക്കിതിനെ വന്ന് കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിയന്ത്രണം അത് കർശനമായി തന്നെ പാലിക്കണം. നമുക്കറിയാം ഈ ആൾക്കൂട്ട ഉണ്ടാകുമുള്ള അപകടങ്ങളൊക്കെ കൊച്ചിക്കാർക്ക് അറിയാവുന്നതാണ്. ഇത് അല്ലു അർജുന്റെ സിനിമ റിലീസായ ദിവസം, പുഷ്പ 2 റിലീസായ ദിവസം നടന്ന അപകടമൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ സ്വയം സുരക്ഷ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഇതിന്റെ ഭാഗമായി പോവുകയും വേണം, അല്ലെ? അതെ. നമ്മുടെ റീന സതീഷിന് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ലോട്ടറി എടുത്തല്ലോ, ആ ലോട്ടറി അടിച്ച് BMW കാറിൽ നമ്മൾ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റീന സതീശൻ, നമ്മൾ ലോട്ടറി അടിച്ചാലും നമുക്ക് BMW കാർ വാങ്ങിക്കാനല്ല, നമ്മുടെ മധുമത ചേച്ചിയെ പോലെ ഒരുപാട് പേരെ സഹായിക്കാനെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 10 പൈസ പോലും കിട്ടിയില്ല. ദൗർഭാഗ്യമാണോ അല്ല ഭാഗ്യമാണോ എന്നറിയില്ല. കാരണം നമ്മൾ 3 പേർ ചേർന്നെടുത്താണ്. ഞാനും ബിജിൽ കാശി ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അടി ആയനെ അല്ല, ആരെടുത്താലും നമ്മളത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചാണല്ലോ. അതിനകത്ത് എന്തടിക്കാൻ? അല്ല, ആരുടെ ടിക്കറ്റ് 3 ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിലൊരു അടി ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ശബരിമലയ്ക്ക് ഇവിടെ നല്ലൊരുപാട് പറഞ്ഞ പോലെ ലൈറ്റും ഒക്കെ അങ്ങനെയൊക്കെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ രാത്രി ആയിരിക്കും അതിന്റെ ബ്യൂട്ടി ഉണ്ടാവുക. അതൊക്കെ ആസ്വദിക്കാൻ
നേരിട്ട് ഇങ്ങോട്ടേക്ക് വരാം. പക്ഷെ അതേ സമയത്ത് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഇതിലൊക്കെ പങ്കെടുക്കാൻ. നമുക്ക് നേരെ എങ്ങോട്ടാണ്? ശബരിമലയ്ക്ക് പോവാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല തുറന്ന ആദ്യ ദിനം തന്നെ വൻ ഭക്തജന തിരക്ക്. 52,568 ഭക്തരാണ് ഇന്നലെ 4 മണി മുതൽ രാത്രി 11 മണി വരെ പമ്പ വഴി 18-ാം പടി കയറി ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ തിരക്ക് പരിഗണിച്ച് അധിക സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളും തുറന്നു. ഇന്ന് 80,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുഗമമായ ദർശനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ കൂടി പെട്ടെന്ന് നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പപ്പാഞ്ഞിൽ നിന്നും 72 അടി അകലം പാലിച്ച് ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി ഈ ഗാലഡി ഫോർട്ടിന്റെ സംഘാടകരുടെ നിർദ്ദേശമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ എത്തുന്ന ആൾക്കാരൊക്കെ കൃത്യമായി പാലിച്ചു വേണം ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എന്ന് വീണ്ടും നമ്മൾ ഓർപ്പിക്കുകയാണ്. എന്തായാലും കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ഇതൊന്നും മിസ് ചെയ്യാൻ സാധ്യതയില്ല. എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒന്ന് വന്ന് എത്തി നോക്കി പോകും. എന്തുവായി നോക്കുന്നേ? 6:54 കമന്റ്സ് നോക്കുമായിരുന്നു. നമ്മുടെ PC ദിലീപ് നമുക്ക് നമ്മുടെ ഇന്നലത്തെ ആ കാർഡ് ഇട്ടപ്പോഴേ മോർണിംഗ് വാക്കുമായി ബന്ധപ്പെട്ട കാർഡ് എവിടെയായിരിക്കുമെന്ന് എല്ലാ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ വയനാട്ടിലേക്ക് ചെല്ലും എന്ന പ്രതീക്ഷയിലിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടേക്കും ചെല്ലാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. വിജയൻ എല്ലാവർക്കും ശുഭദിനം. സുരേന്ദ്രകുമാർ PM നാളെ എവിടെയാണ് മോർണിംഗ് വാക്ക്? വൈകുന്നേരം നമ്മൾ കാർഡ് അപ്ലോഡ് ചെയ്യും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ ആ കാർഡിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ടാവും. നസീമ K ഞാൻ ആദ്യമായാണ് പാപ്പാഞ്ഞിയെ കാണുന്നത്. അതിന് 24 പറയുന്നു. അതെന്തായാലും ഒരു സന്തോഷമായി അല്ലേ? നമ്മുടെ അപ്പോൾ അങ്ങനെ കമന്റ് ബോക്സിൽ കമന്റുകളൊക്കെ പോരട്ടെ. നമ്മൾ ഒരു വാർത്ത കൂടി അവസാന ഘട്ടത്തിൽ നൽകാനുണ്ട്. തൃശൂർ കുന്നംകുളത്തെ വീട്ടമ്മയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് പറയുന്നു. ആയുധവുമായാണ് പ്രതിയായ സഹോദരി ഭർത്താവ് കണ്ണൻ എത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം സിന്ധുവിന്റെ ആഭരണങ്ങൾ പ്രതി കവരുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ചേരുന്നത് സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോ ഒരു പ്ലാൻഡ് മർഡർ എന്ന രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ക്രിസ്റ്റീന, ഇന്നലെ വൈകുന്നേരമാണ് കുന്നംകുളത്ത് ഈ വീട്ടമ്മയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീട് മോഷണശ്രമമാണ് ഇതിന് പിന്നിലെന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട നിഗമനം. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത് കേവലം മോഷണശ്രമം മാത്രമല്ല, ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എന്ന നിലയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് പ്രതിയായ കണ്ണൻ. നേരത്തെ തന്നെ ഇത് ആസൂത്രണം, അതായത് കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണം നടത്തി വൈകുന്നേരം 5-6 മണിയോടുകൂടി മുതുവറയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിന്നീട് സിന്ധുവിന്റെ വീടിന്റെ പരിസരത്ത് പതുങ്ങി നിന്നു. ഈ മണികണ്ഠൻ ഈ ഭർത്താവില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വീടിനകത്ത് കയറിയതും ഈ കൊലപാതകം നടത്തിയതും എന്നുള്ളതാണ് പറയുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി പ്രതിക്കുണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതായത് വിദേശത്തേക്ക് ഉൾപ്പെടെ വിസ നൽകാമെന്ന് പറഞ്ഞ നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പ്രതി തട്ടിയെടുത്തിരുന്നു. ഈ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആണ് ഈ കൊലപാതകം നടത്തിയതും പിന്നീട് അവിടെ നിന്ന് സ്വർണം, ഈ സിന്ധുവിന്റെ 6 പവന്റെ മാലയും അതുപോലെ തന്നെ 6 വളകളും പ്രതി കവർന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് പ്രതി തീർത്തും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടി കാലെ കൂട്ടി തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, അപ്പൊ ഈ വെളി ഗ്രൗണ്ടിൽ ഒരുപാട് പേര് രാവിലെ തന്നെ ഉണ്ട് നടക്കാനൊക്കെ ആയിട്ട്. നമുക്കൊരു ടീമിനെ പരിചയപ്പെടാം. ഫോട്ടോ നോക്കാം. നല്ല ഫോട്ടോ ആണോ കുട്ടാപ്പി? സെൽഫിയാണോ എടുത്തേ? പേരെന്താ? റഹീം മാലിക്. ഫാത്തിമ മലിഹ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ല്. മക്കള് പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ? LKG-ലാണോ? ഏത് സ്കൂളിലാ? ആരുടെ ബെസ്റ്റ് ഫ്രണ്ട്? അബ്ദുൽ റഹ്മാൻ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലോ? ക്യാമറ നോക്കിട്ട് പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. വെരി ഗുഡ്. അപ്പൊ ന്യൂ ഇയർ അല്ലേ ഇന്ന്? രാത്രി അടിച്ചു പൊളിക്കണ്ടേ?
ഇവിടെ വരുമോ? ആരാ കൂടെ ആരാ ഉള്ളേ? ഉപ്പുണ്ട്. ഉപ്പുണ്ട്. ഹായ്, പേരെന്താ? ഷെലീർ. ഇവിടെ തന്നെയാണോ? അതിനായിട്ട് ഇങ്ങോട്ട് വന്നാണോ? അപ്പൊ ഇന്നത്തെ പകല് മുഴുവൻ ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചു കൊടുക്കുക. ഓക്കെ, ശരി. അപ്പോ നമുക്കേ ന്യൂ ഇയർ ഒക്കെ 2025 അപ്പൊ രണ്ടുപേർക്കും കലണ്ടർ ഒക്കെ നോക്കിയിട്ട് അയ്യോ നാളെ January 2 എനിക്ക് ഹോംവർക്ക് ചെയ്യണം, നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? ഒരു കുഞ്ഞു കലണ്ടർ തന്നാലേ 24ന്റെ ഹാപ്പി ആവോ? ഉപ്പയുടെ നീങ്ങി നിന്ന് ഫ്രെയിമിൽ നിന്ന് ആൾക്കാരൊക്കെ രണ്ടുപേരും കൂടി വാങ്ങിച്ചേ. ഒന്ന് എനർജിയോടെ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞേ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പൊ ശരി, നടക്കട്ടെ. അപ്പൊ അതാണ്, ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു അടുത്തയാളെ പരിചയപ്പെടാം. ഹായ്. യെസ്, അപ്പം ആഘോഷങ്ങൾ ഇങ്ങനെ തകർത്തിയ നടക്കുന്നു. അതെ അല്ലേ? എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? ഞങ്ങൾ ഗാലാഡി ഫോർട്ട് കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു ഈവൻ്റാണ്. ഈ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുൻപിലുള്ളൊരു ഈവൻറ്റ്. അപ്പോൾ നമ്മളുടെ ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ചിന്ത അതീതമാണ്. ഇത്രയും പേര് വരും എന്താണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും നമ്മുടെ CP, ACP, DCP ഉൾപ്പെടെയുള്ളവർ മറ്റു സംവിധാനങ്ങളെല്ലാം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ വളരെ ആവശ്യത്തിലാണ്. സാധാരണ 2 ഇടങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? പരേഡ് ഗ്രൗണ്ടിൽ ഇത്തവണ ഇല്ല, അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ കേന്ദ്രീകരിക്കാൻ ഇവിടെ ആയിരിക്കും. അതൊരു പ്രശ്നമാണ്. കഴിഞ്ഞ തവണയൊക്കെ ഈ ട്രീയും ഞങ്ങളുടെ ഇതെല്ലാം കാണാൻ ഞങ്ങളൊരു പാപ്പാജിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാൻ ഈ ക്രൗഡ് അന്ന് ഈ ഗ്രൗണ്ട് ഫുള്ളായിരുന്നു. ഇതിപ്പോൾ അവിടുത്തെ ക്രൗഡും ഇവിടുത്തെ ക്രൗഡും വരുമ്പോൾ നമുക്കത് ഒരു പ്രവചനാതീതമാണ്. എന്തായാലും ഒരു പ്രതീക്ഷ എത്ര മണി തൊട്ട് ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങും? ആൾക്കാർ ഇപ്പോൾ 2 മണി തൊട്ട് തന്നെ ഒരു ഉച്ചക്ക്, അതായത് ഈ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തോപ്പുംപടി ആകുമ്പോൾ അവർ ബ്ലോക്കാണ്, 4 മണിയാകുമ്പോൾ അവിടെ ബ്ലോക്കായി അവർക്ക് അവിടെ വരെ എത്താൻ സാധിക്കുന്നുള്ളൂ. ഈ തവണ നമ്മളത് കുറച്ചും കൂടെ വിദേശിനും തദ്ദേശ ടൂറിസ്റ്റിനൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഗാലഡി ഫോർട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടിച്ചു പൊളിക്കട്ടെ. താങ്ക് യു. ഇത് കൊച്ചിക്കാരുടെ ഒരു വികാരമാണിത്, ഈ ഉത്സവം, ജനകീയ ഉത്സവം. അതാണ് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം. വെറൈറ്റി പേരാണല്ലോ. അടിപൊളി. എവിടെയാ പഠിക്കണേ? ഏത് ക്ലാസ്സിലാ? 2. ടീഷർട്ട് കണ്ടോ? ഗാലഡി ഫോർട്ടിന്റെ സ്പെഷ്യൽ ടീഷർട്ട് ആണ്, അടിപൊളി. അപ്പൊ കെയ്റോണ് നമുക്കൊരു കലണ്ടർ തന്നാലോ? ഹാപ്പി ന്യൂ ഇയർ. പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ക്യാമറ നോക്കി പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, മിടുക്കൻ. താങ്ക് യു. അപ്പോൾ അതാണ്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഫോർട്ട് കൊച്ചിക്കാരൊക്കെ ഉള്ളത്. ഗാലഡി ഫോർട്ടിന്റെ ഇത്തവണത്തെ ഗംഭീര കാർണിവൽ അത് മാക്സിമം ആഘോഷിക്കാൻ തന്നെയാണ് ആൾക്കാരുള്ളത്. ചാവക്കാട് നിന്ന് പോലും മറ്റിടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാസർഗോഡ് നിന്ന് തൊട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ വരുന്നവരെല്ലാവരും തന്നെ വീണ്ടും പറയണം. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 പേരിലേറെ, അല്ല 10 തവണയിലേറെ, അവിടെ നിന്ന് നമ്മുടെ സനൂപിന്റെ ശബ്ദം ശ്രദ്ധിക്കാൻ പോയതാണ്. 10 തവണയിലേറെ നമ്മൾ പറഞ്ഞു സുരക്ഷയെക്കുറിച്ച്. അപ്പോൾ വരുന്ന എല്ലാവരും തന്നെ സുരക്ഷ നമുക്ക് പെട്ടെന്ന് കമന്റുകളിലേക്ക് കൊടുത്തു പോയാലോ? അതെ, നമ്മുടെ പ്രേക്ഷകരെല്ലാം ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കലണ്ടർ ചോദിക്കുന്നുണ്ട്. പ്രശ്നം നസീമ, നിങ്ങളുടെ ഇടങ്ങളിലേക്ക് വരുമ്പോൾ എന്തായാലും കുറെ കലണ്ടറുമായിട്ട് വരാം. ജോമോൻ, സിദ്ദീഖ്, നസീമ കെ, ബിനിൽ പി കെ. സിദ്ദീഖ് പറയുന്നു പുതുവത്സര ആശംസകൾ, നല്ലൊരു വർഷം ആശംസിക്കുന്നു. മിനി ബാബു, ഷീജ, അസ്മാബി, ആതിര, സുജിത്, ബീന ചുമ്മാ ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ എന്നാണ്. ആൻസി മുഹമ്മദ്, നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, വിഷ് ചെയ്യുമോ? പിന്നെന്താ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. അപ്പൊ പുതുവർഷത്തിൽ പുതിയ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അരുൺ മോഹന്റെ ഒരു ടാക്ടിക്കൽ മൂവ് ഉണ്ട്, സൈക്കോളജിക്കൽ മൂവ്. യെസ്. SKN സാർ ഗുഡ് മോർണിംഗ്, ഈ വർഷത്തെ എന്റെ അവസാനത്തെ മെസ്സേജ് ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് മോർണിംഗ് വാക്ക് പൂർത്തിയാക്കേണ്ട സമയമാവുന്നു. നാളെ മോർണിംഗ് വാക്കിൽ കുഞ്ഞ് 1-2 സർപ്രൈസ് കൂടെ നമ്മൾ ഒരുക്കും. അപ്പൊ പ്രേക്ഷകർ എന്നെ കാത്തിരിക്കും.